ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറേ ആയില്ലേ നമ്മളിങ്ങനെ കുറച്ച് കേക്കും അതേപോലെ തന്നെ പിസയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പി ആക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ ബീട്രൂട്ട് ഞാൻ ഇതേപോലെ 8 കഷ്ണാക്കിയിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കണം. ഒരു വിസിൽ വന്ന ഉടനെ നമുക്ക് എടുക്കാം. പ്രഷർ പോകാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേവിച്ച ബീട്രൂട്ട് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 1/2 മുറി തേങ്ങയും 2 പച്ചമുളകും കൂടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചത്, അതും കൂടി വേണം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 ആയാലും മതി. പക്ഷെ ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഇവിടെ എടുത്തത്, 2 ചെറിയ പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അധികം പുളിയില്ലാത്ത 1.5 കപ്പ് തൈര്. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് മതിയാവും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ ഗ്രേറ്റ് ചെയ്യേണ്ട ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കളറൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കഴിച്ചോളും. അപ്പോൾ അവർക്കൊരു പുതുമയും കൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഇലയിലൊക്കെ ഇത് വിളമ്പുവാണെങ്കിൽ ഒരു പ്രത്യേക കളർ കൊടുത്ത് നല്ലൊരു രസം ഉണ്ടാവും കാണാനും. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെള്ളപ്പച്ചടി, അതായത് നമ്മളെ കുമ്പളങ്ങ പച്ചടിയൊക്കെ കൂട്ടിയിട്ട് മടുത്തിരിക്കുമ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ഈ ഒരു ബീട്രൂട്ട് പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കടുകൊക്കെ വറുത്തിടാൻ പാടുള്ളൂ. അതിപ്പോൾ നമുക്ക് വറുത്തിടാൻ തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കായ്മുളകും, അതായത് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അധികം കരിഞ്ഞു പോകരുത്. നമുക്ക് എന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതേപോലെ വളരെ ടേസ്റ്റിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.